നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ ആഭ്യന്തര ഹജ്ജ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. രജിസ്റ്റർ ചെയ്യേണ്ടത് ന്യൂസ്ക ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക് പോർട്ടൽ എന്നിവ വഴി. മുൻഗണന ഇതിനു മുൻപ് ഹജ്ജ് കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവർക്ക്. അപകടകരമായ ഓവർടേക്കിംഗും പെട്ടെന്നുള്ള ലൈൻ മാറ്റവും മൂലം റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതായി അബുദാബി പോലീസ്. അശ്രദ്ധയോടെയുള്ള ഓവർടേക്കിംഗിന് 600 ദിർഹം മുതൽ പിഴ ചുമത്തും. ദുബായ് നഗരത്തിലെ പ്രധാന താമസയിടങ്ങൾ കാർ ഫ്രീ സോണുകളായി മാറും. UAE-യുടെ അത്യാധുനിക യുദ്ധക്കപ്പൽ പ്രവർത്തന സജ്ജമായി. പുതിയ യുദ്ധക്കപ്പൽ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ഷെയ്ഖ് ഹംദാൻ. ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാനും സായുധ സേന സജ്ജർ. റിയാദിൽ മലയാളിയെ കൊലപ്പെടുത്തി സ്ഥാപനം കൊള്ളയടിച്ച കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നടപ്പാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം. മലയാളിയായ സിദ്ദിഖ് അഞ്ചമണ്ടിപ്പുറയ്ക്കലിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് സൗദി യമൻ പൗരന്മാർ. കാൽ നൂറ്റാണ്ടിനു ശേഷം ഡൽഹി ഭരിക്കാൻ BJP. AAPക്ക് കനത്ത തിരിച്ചടി. 48 BJP, 22 ആം ആദ്മി, എങ്ങുമെത്താതെ കോൺഗ്രസ്. ഡൽഹിയുടെ സ്നേഹം വികസന രൂപത്തിൽ 7 മടങ്ങായി തിരിച്ചു നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1 ദശകം നീണ്ടുനിന്ന ദുരന്തത്തിൽ നിന്നും ഡൽഹി രക്ഷപ്പെട്ടുവെന്നും മോദി. പ്രകൃതിയോടും സഹജീവികളായ മനുഷ്യരോടും മറ്റു ജീവജാലങ്ങളോട് നമ്മുടെ ധർമ്മം നിറവേറുന്നതിനാണ് അമ്മ നല്ല കർമ്മങ്ങളെന്ന് പറയുന്നത്. കോവിഡ് നമ്മൾ അനവധി പാഠങ്ങൾ പഠിപ്പിച്ചു, അല്ലെ പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരശക്തിയെ പല നല്ല പാഠങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. സനാതനധർമ്മത്തിൽ വിശ്വസിച്ച് വൈരുദ്ധ്യങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ മനുഷ്യന് കഴിയണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അനന്തപുരിയിൽ അമ്മയുടെ ദർശന പുണ്യം തേടിയ ആയിരങ്ങൾ. കൈമനം ബ്രഹ്മസ്ഥാന മഹോത്സവം ഇന്നും നാളെയും. ഈ വർഷത്തെ ആഭ്യന്തര ഹജ്ജ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. മിനിസ്ട്രി ഓഫ് ഹജ്ജ് ആൻഡ് ഉംറ എക്സ് പ്ലാറ്റ്ഫോം അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യൂസ്ക ആപ്ലിക്കേഷൻ വഴിയോ ഇലക്ട്രോണിക് പോർട്ടൽ വഴിയോ ആണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ പാക്കേജുകൾ ലഭ്യമായാലുടൻ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ വിവരമറിയിക്കും. മുമ്പ് ഹജ്ജ് കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവർക്കാണ് മുൻഗണന. അപകടകരമായ ഓവർടേക്കിംഗും പെട്ടെന്നുള്ള ലൈൻ മാറ്റവും മൂലം റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതായി അബുദാബി പോലീസ് അറിയിച്ചു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവർ സ്വന്തം ജീവന് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും ഭീഷണി ഉയർത്തുകയാണ് ചെയ്യുന്നതെന്നും പോലീസ് പറയുന്നു. അശ്രദ്ധയോടെയുള്ള ഓവർടേക്കിംഗിന് 600 ദിർഹം മുതൽ പിഴ ചുമത്തുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പില്ലാതെ ലൈൻ മാറ്റുന്ന ഡ്രൈവർക്ക് 1000 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റും ശിക്ഷ ലഭിക്കും. 3 അപകടങ്ങളുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് കണ്ട പോലീസ് മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്നത്. ദുബായ് നഗരത്തിലെ പ്രധാന താമസയിടങ്ങൾ പലതും അധികം വൈകാതെ കാർ ഫ്രീ സോണുകളായി മാറും. അൽ ഫാഹിദി, അബു ഹൈൽ, കരാമ, അൽഖൂസ് എന്നിവിടങ്ങളാണ് കാർ ഫ്രീ സോണുകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പദ്ധതി എന്ന് നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിച്ച് കാൽനടക്കാർക്ക് പ്രോത്സാഹനം നൽകുകയാണ് സൂപ്പർ ബ്ലോക്ക് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ ലക്ഷ്യം. കാറുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക, ഹരിത ഇടങ്ങൾ നിർമ്മിക്കുക, കാൽനടപാതകളും വിനോദ സൗകര്യങ്ങളും ഒരുക്കുക എന്നിവയാണ് സൂപ്പർ ബ്ലോക്ക് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് പദ്ധതിക്കുള്ള തീരുമാനം കൈക്കൊണ്ടത്. UAE-യുടെ അത്യാധുനിക യുദ്ധക്കപ്പൽ പ്രവർത്തന സജ്ജമായി. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം കപ്പൽ കമ്മീഷൻ ചെയ്തു. രാജ്യത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സമുദ്രാതിർത്തി സുരക്ഷിതമാക്കുന്നതിനുമുള്ള നാവികസേനയുടെ പ്രതിബദ്ധതയാണ് പുതിയ കപ്പൽ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ സാമൂഹ്യമാധ്യമമായ എക്സിൽ കുറിച്ചു. ഭാവിയിലെ വെല്ലുവിളികളെയും നേരിടാൻ സായുധ സേന സജ്ജരാണെന്നും വിവിധ പ്രതിരോധ മേഖലകളിൽ UAE പൗരന്മാരുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കി. യുദ്ധക്കപ്പലിന്റെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും പങ്കുവഹിച്ച രാജ്യത്തെ പ്രതിഭകളെയും ഷെയ്ഖ് ഹംദാൻ പ്രശംസിച്ചു.
അഗ്നിസുരക്ഷാ പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കി കുവൈറ്റ് ഫയർഫോഴ്സ്. കുവൈറ്റ് മുനിസിപ്പാലിറ്റി, വൈദ്യുതി മന്ത്രാലയം, പബ്ലിക് അതോറിറ്റി ഫോർ ഇൻഡസ്ട്രി, പബ്ലിക് അതോറിറ്റി ഫോർ എൻവയൺമെന്റ് എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പയിനുകൾ നടത്തിയത്. അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു പരിശോധനാ ക്യാമ്പയിൻ. അഗ്നിസുരക്ഷാ ആവശ്യകതകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ നിരവധി കടകളും സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയതായി ഫയർഫോഴ്സ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. സൗദി അറേബ്യയിലെ റിയാദിൽ മലയാളിയെ കൊലപ്പെടുത്തി സ്ഥാപനം കൊള്ളയടിച്ച കേസിലെ പ്രതികളായ സൗദി യുവാവിനും യമനി യുവാവിനും വധശിക്ഷ നടപ്പാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മലയാളിയായ സിദ്ദിഖ് അഞ്ചമണ്ടിപ്പുറയ്ക്കലിനെ തലക്കടിച്ചു കൊലപ്പെടുത്തി വ്യാപാര സ്ഥാപനം കൊള്ളയടിച്ച സൗദി യുവാവ് റയാൻ ബിൻ ഹുസൈൻ ബിൻ സഅദ് അൽ ഷഹ്റാനി, യമനി യുവാവ് അബ്ദുള്ള അഹമ്മദ് ബസാദ് എന്നിവർക്കാണ് ശിക്ഷ നടപ്പാക്കിയത്. ആരുമില്ലാത്ത തക്കം നോക്കി ആയുധങ്ങളുമായി വ്യാപാര സ്ഥാപനത്തിൽ കയറിയാണ് സംഘം മലയാളിയെ ആക്രമിച്ച് സ്ഥാപനം കൊള്ളയടിച്ചത്. പാലക്കാട് പട്ടാമ്പി പള്ളിപ്പുറം നാടപ്പറമ്പ് സ്വദേശി ഷാഹുൽ ഹമീദ് മക്കയിൽ വാഹനമിടിച്ചു മരിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. മക്കയിൽ കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. രാത്രി ജോലി കഴിഞ്ഞതിനു ശേഷം റോഡ് മുറിച്ചു കടക്കവേ എതിരെ വന്ന വാഹനമിടിച്ച് തൽക്ഷണം മരിക്കുകയായിരുന്നു. മക്കയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി മക്കയിൽ തന്നെ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലെത്തി BJP. തുടർഭരണം ലക്ഷ്യമിട്ടെത്തിയ AAP 22 സീറ്റിലൊതുങ്ങി. തുടർച്ചയായ മൂന്നാം തവണയും കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും നേടാനായില്ല. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ കണ്ടത് BJPയുടെ കുതിപ്പ്. 27 വർഷത്തിനപ്പുറം രാജ്യതലസ്ഥാനത്തിന്റെ ഭരണം BJPയുടെ കൈകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രധാനമന്ത്രിയുടേതടക്കം നേതൃത്വത്തിൽ നടന്ന കൃത്യമായ ആസൂത്രണം, ഇടപെടൽ, ഇതിനൊക്കെ പുറമെ 12 ലക്ഷം രൂപ വരെയുള്ള ആദായ നികുതി ഇളവ്, ഇതെല്ലാം BJPക്ക് തുണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുന്നിൽ നിന്ന് നയിച്ച പ്രചാരണത്തിൽ മധ്യവർഗത്തിന്റെയും പൂർവാഞ്ചൽ മേഖലയിലെയും പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാനായി. മുന്നോക്ക വോട്ടുകൾ ഉറപ്പിക്കുന്നതിനൊപ്പം ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനും BJPക്ക് കഴിഞ്ഞു. ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ചും അഴിമതിരഹിത ഭരണം വാഗ്ദാനം ചെയ്തും BJP മുന്നേറി. മദ്യനയ അഴിമതി കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾക്ക് കുരുക്കായതും BJPക്ക് തുണയായി. ഡൽഹി കലാപമുണ്ടായ മേഖലകളിൽ പോലും BJPക്ക് മേൽക്കൈ നേടാനായി. മുഖമില്ലാതെ മത്സരിക്കുന്നു എന്ന ആരോപണം അടക്കം ഉയർന്നെങ്കിലും അതൊന്നും BJPയുടെ കുതിപ്പിന് തടസ്സമായില്ല. दिल्ली में भ्रष्टाचार एक बहुत बड़ा मुद्दा था और दिल्ली में लोगों ने भ्रष्टाचार के खिलाफ वोट किया. ये पार्टी का केंद्रीय नेतृत्व करेगा, हमारे लिए ये विषय कुछ नहीं है. देखिए, जो जनता के साथ धोखा करेगा, जनता उसके साथ ऐसे ही बर्ताव करेगी. ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാളിന് തന്നെ അടിതെറ്റുന്ന കാഴ്ചയും ഡൽഹിയിൽ കണ്ടു. മനീഷ് സിസോദിയയും തോൽവിയുടെ കയ്പ് രുചിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിഷിയുടെ ജയമാണ് ആശ്വാസമായത്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ യമുനാ നദിക്കും കൃത്യമായ പങ്കുണ്ടായി. ഹരിയാനയിലെ BJP സർക്കാർ യമുനയിൽ വിഷം കലക്കിയെന്ന കെജ്രിവാളിന്റെ പരാമർശം AAPയെ തിരിഞ്ഞുകൊത്തി. കോൺഗ്രസിനെ സംബന്ധിച്ച് വോട്ടിംഗ് ശതമാനത്തിലെ നേരിയ വർധന മാത്രമാണ് തെരഞ്ഞെടുപ്പിലെ നേട്ടം. ന്യൂസ് ഡെസ്ക് അമൃത TV. ഡൽഹിയിൽ തുടങ്ങി പഞ്ചാബും പിടിച്ചെടുത്ത് മുന്നേറിയ ആം ആദ്മി പാർട്ടിയുടെ അശ്വമേധത്തിന് BJP നൽകിയ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. തുടർഭരണം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങിയ ആം ആദ്മിക്ക് തുടക്കം മുതലേ വെല്ലുവിളികളേറെയായിരുന്നു. കോൺഗ്രസിനെ തകർത്ത് ഡൽഹി പിടിച്ചടക്കിയ അത്ര എളുപ്പമായിരുന്നില്ല AAPക്ക് ഇക്കുറി തെരഞ്ഞെടുപ്പ്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനും മാസങ്ങൾക്ക് മുൻപേ മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ജയിലിലായത് AAPക്ക് അപ്രതീക്ഷിത തിരിച്ചടികളായി. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ കേജ്രിവാളിനെതിരെ മദ്യനയ അഴിമതി വിടാതെ പിന്തുടർന്നു. അഴിമതിയുടെ അടയാളമായി കേജ്രിവാൾ കഴിഞ്ഞ ഔദ്യോഗിക വസതിയെ ഉയർത്തിക്കാട്ടി. ശീഷ് മഹൽ അഥവാ സ്ഫടിക കൊട്ടാരത്തിലെ തമ്പുരാൻ എന്ന ആരോപണം കേജ്രിവാളിനെതിരെ ശക്തമാക്കി. ഡൽഹി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പാർലമെന്റിൽ പോലും ശീഷ് മഹൽ ആരോപണം ഉയർത്തി കേജ്രിവാളിനെ തളർത്തി. AAPയെ അഴിമതി ആരോപണത്തിൽ വരിഞ്ഞുമുറുക്കി. ലോക്സഭയിലും സംസ്ഥാനങ്ങളിലും ജയിച്ചു മുന്നേറിയ BJPയുടെ ജൈത്രയാത്രയിൽ കല്ലുകടിയായിരുന്നു തലസ്ഥാനത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ ജനസമ്മതി. അഴിമതി ആരോപണവും കേസും ജയിൽവാസവും കേജ്രിവാളിന്റെ ജനപിന്തുണ തകർക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. ഇതിനു പുറമെ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ, ദില്ലിയിലെ വായു മലിനീകരണം കൈകാര്യം ചെയ്യുന്നതിൽ വന്ന പാളിച്ച തുടങ്ങിയ കാരണങ്ങളും AAPയെ അകറ്റി നിർത്താൻ ഡൽഹിയിലെ വോട്ടർമാരെ പ്രേരിപ്പിച്ചുവെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് പല കാര്യങ്ങളിലും തുരങ്കം വെക്കുന്നതെന്ന് AAP ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇതെല്ലാം ഒഴിവുകഴിവുകളാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. നാഷണൽ ഡെസ്ക് അമൃത ന്യൂസ്.
ഒന്നിച്ചു നിന്നാൽ നേട്ടമുണ്ടാക്കാമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് പരസ്പരം പോരടിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരാജയം ഏറ്റുവാങ്ങിയത്. ദേശീയ തലത്തിൽ സഖ്യകക്ഷികളാണെങ്കിലും ഡൽഹി തെരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിക്കാനുള്ള കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും തീരുമാനമാണ് കാൽ നൂറ്റാണ്ടിനു ശേഷം ബിജെപിക്ക് ഭരണത്തിലേറാൻ അവസരമൊരുക്കിയത്. രാജ്യതലസ്ഥാനം കയ്യിലൊതുക്കാൻ കോൺഗ്രസും ഹാട്രിക് ഭരണമെന്ന ലക്ഷ്യത്തോടെ ആം ആദ്മി പാർട്ടിയും പരസ്പരം പോരടിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഫലം നാണം കെട്ട തോൽവിയായിരുന്നു. പക്ഷേ അത് ഗുണമായത് ബിജെപിക്കും. ആപ്പിനെ തൂത്തെറിഞ്ഞ് 27 വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനം ബിജെപിയുടെ കൈകളിലെത്തി. മൂന്നാം തവണയും ഡൽഹിയിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞുവെങ്കിലും ആകെ ആശ്വസിക്കാനുള്ളത് വോട്ട് വിഹിതത്തിലെ നേരിയ വർധനവ് മാത്രമാണ്. 2.26% വോട്ട് വർധനവ് കോൺഗ്രസിനുണ്ടായപ്പോൾ ആപ്പിന് നഷ്ടമായത് 6% വോട്ട് വിഹിതമാണ്. അതേസമയം ഇരുവരും ഒറ്റക്കെട്ടായി മത്സരിച്ചിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ. ഭിന്നിച്ചു നിന്ന് തോൽവി ഏറ്റുവാങ്ങിയതാണെന്ന് വിമർശനമുയർത്തിയ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പരസ്പരം പോരടിച്ച് മുന്നോട്ട് നീങ്ങൂ എന്ന് ഇരു പാർട്ടികളെയും സമൂഹമാധ്യമങ്ങളിലൂടെ പരിഹസിച്ചു. ആപ്പിന്റെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ ബിജെപിയുടെ പർവേഷ് വർമ്മയോട് തോറ്റത് 4000-ലേറെ വോട്ടുകൾക്കാണ്. ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് നേടിയതോ 4500-ലേറെ വോട്ടുകൾ. അതായത് ഇരുവരും സഖ്യമായി മത്സരിച്ചിരുന്നുവെങ്കിൽ ബിജെപിയെ പരാജയപ്പെടുത്താമായിരുന്നു. മനീഷ് സിസോദിയ 1000-ൽ താഴെ വോട്ടുകൾക്ക് ജഗ്പുരയിൽ പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫർഹദ് സൂരി പിടിച്ചത് 7000-ലേറെ വോട്ടുകളാണ്. പ്രത്യക്ഷത്തിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ആപ്പിന് ആപ്പായി. ദീർഘകാലം ഡൽഹി ഭരിച്ച കോൺഗ്രസ് ഇപ്പോൾ 3 തവണയായി സംപൂജ്യരാണ്. ഈ നിലയിലേക്ക് തങ്ങളെ കൂപ്പുകുത്തിച്ചതിന് കാരണക്കാരായ ആപ്പിനോട് പക വീട്ടുക എന്നതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് സഖ്യത്തിൽ ഉൾപ്പെടാതെ ഒറ്റയ്ക്ക് മത്സരിച്ചതും. ഇന്ത്യ സഖ്യത്തിലെ ഐക്യമില്ലായ്മ ഒരു ചോദ്യമായി ഉയർത്തുമ്പോൾ കോൺഗ്രസിന്റെ ഉത്തരം കെജ്രിവാളിനെ പഴിച്ചുകൊണ്ട് മാത്രമാണ്. AAP ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാവില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചതത്രേ. പിന്നീട് ആം ആദ്മിയെയും അരവിന്ദ് കെജ്രിവാളിനെയും എല്ലാ പരിധികളും ലംഘിച്ച് രാഹുൽ ഗാന്ധി കടന്നാക്രമിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കണ്ടത്. അതിന് ആപ്പ് മറുപടിയും നൽകിയതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള പോരാട്ടമായി തെരഞ്ഞെടുപ്പ് കളം മാറുകയും ചെയ്തു. യമുന നദിയും ഈ തെരഞ്ഞെടുപ്പിൽ ഇടം നേടി. നദി വൃത്തിയാക്കുമെന്ന് പറഞ്ഞ് 2020-ൽ അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടി സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് ബിജെപിയും കോൺഗ്രസും ആരോപിച്ചപ്പോൾ ഹരിയാന സർക്കാർ യമുനയിൽ വിഷം കലക്കുകയാണെന്ന് ആപ്പ് തിരിച്ചടിച്ചു. ആരോപണ പ്രത്യാരോപണങ്ങളുടെ തെരഞ്ഞെടുപ്പിനൊടുവിൽ 27 വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ താമര തേരോട്ടമാണ്. മോദി മാജിക് ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. തെരഞ്ഞെടുപ്പിലെ പരാജയം സമ്മതിക്കുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ. ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കും. ബിജെപി വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കെജ്രിവാൾ പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയായിരുന്നു കെജ്രിവാളിന്റെ പ്രതികരണം. और जनता का जो भी निर्णय है, जनता का जो भी फैसला है, उसे हम पूरी विनम्रता के साथ स्वीकार करते हैं. जनता का निर्णय सर माथे पर. मैं भारतीय जनता पार्टी को इस जीत के लिए बहुत बहुत बधाई देता हूं और मैं उम्मीद करता हूं कि जिस उम्मीद के साथ और जिस आशा के साथ लोगों ने उनको बहुमत दिया है, वो उन सभी उम्मीदों और आशाओं पे पूरा उतरेंगे. ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറ്റപ്പെടുത്തി അണ്ണാ ഹസാരെ. പണത്തിന്റെ ശക്തിക്ക് അടിപ്പെട്ട കേജ്രിവാൾ പരാജയപ്പെട്ടു. കേജ്രിവാളിന്റെ ചിന്തയും പ്രവൃത്തിയും ശുദ്ധമായിരുന്നില്ലെന്നും അണ്ണാ ഹസാരെ പറഞ്ഞു. ये गुण अगर उम्मीदवार में है तो मतदारों को विश्वास आता है ये हमारे लिए कुछ करने वाला है. मैं बार बार बताते गया लेकिन उनके दिमाग में नहीं आया और आखिर शराब के बारे में उन्होंने एक मुद्दा उठाया कि शराब की दुकान, उसमें शराब की बात क्यों आ गई? पैसा.
മറ്റു വാർത്തകൾ നോക്കാം. വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പറ്റിയ സാമ്പത്തിക അവസ്ഥ നിലവിൽ സംസ്ഥാനത്തിനില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ദൈനംദിന ചെലവുകളുടെ ബുദ്ധിമുട്ടുകൾ മാറി എന്നത് മാത്രമാണ് തീക്ഷ്ണഘട്ടം അതിജീവിച്ചു എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. കിഫ്ബി ഒരു ബാധ്യതയായി മാറാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ തുക പലിശയ്ക്കെടുത്ത് പദ്ധതികൾ നടപ്പാക്കുന്നതിനാൽ വരുമാനം കണ്ടെത്തിയേ മതിയാകൂ. ഭൂനികുതി 50% വർദ്ധിപ്പിച്ചത് ഒരു നികുതി വർധനവേ അല്ല എന്നും ധനമന്ത്രി വാദിക്കുന്നു. അമൃത ടിവിയുടെ വാക്കുമറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു ധനമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോലുമുള്ള സാമ്പത്തികാവസ്ഥയിലല്ല സംസ്ഥാനമെന്ന് ബജറ്റിനെ വിലയിരുത്തുമ്പോഴാണ് ധനമന്ത്രി തന്നെ അത് വിശദീകരിക്കുന്നത്. കേരളം ടേക്ക് ഓഫിന്റെ പാതയിലാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈനംദിന ചെലവുകൾ നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചു എന്നാണ്. അതിനർത്ഥം വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള സ്ഥിതിയിലല്ല ഇപ്പോഴും കേരളം എന്ന് തന്നെയാണ്. വളരെ മെച്ചമാണ്. ഇഷ്ടംപോലെ ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ക്ഷേമ പെൻഷൻ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അത് അതുപോലെയൊക്കെ ആയിരിക്കുമല്ലോ. ശരിക്കും നമുക്ക് നേരത്തെ കിട്ടുന്നതിനകത്ത് ഈ കട്ടിങ് വന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ വർഷം 1,78,000 പകരം 2,00,000-ലധികം കോടി രൂപ ചിലവാക്കാൻ 2,10,000 കോടി ചിലവാക്കാൻ പറ്റേണ്ടതാണ്. ആ ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ച് ഇൻക്രീസ് വന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് എന്തായാലും ശമ്പളം കൊടുക്കാതെയും ദൈനംദിന കാര്യം നടത്താതെയും നിന്നു പോകത്തില്ല, മുന്നോട്ട് പോകും. പക്ഷെ വളരെ അഫ്ലുവൻ്റായിട്ട് എന്ത് ചെയ്യാവുന്ന സ്ഥിതിയിലേക്ക് വന്നു എന്നല്ല. ഞാനത് വളരെ ക്ലിയർ ആണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. കിഫ്ബി ഒരു ബാധ്യതയായി മാറാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ തുക പലിശയ്ക്കെടുത്ത് പദ്ധതികൾ നടപ്പാക്കുമ്പോൾ തിരിച്ചടവ് മുടങ്ങിയാൽ അത് നിന്നുപോകും. അതിനാൽ കിഫ്ബിയിൽ നിന്ന് വരുമാനം കണ്ടെത്തിയേ മതിയാകൂവെന്നും ധനമന്ത്രി വിശദീകരിക്കുന്നു. ബാധ്യതയായി മാറാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. ബാധ്യതയായി മാറുന്നില്ലല്ലോ, അത് നന്നായി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ 10,000-ലധികം കോടി രൂപയാണ് കിഫ്ബി ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ചിലവാക്കിയെങ്കിൽ 22,000-ലധികം കോടി രൂപ ഈ ടൈമിൽ ചിലവാക്കി. അപ്പോൾ അതെല്ലാം കൃത്യമായി മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അതിന് റിട്ടേൺ ഉണ്ടായില്ലെങ്കിൽ ഇത് പലിശക്കെടുക്കുന്ന വലിയ പലിശക്കെടുക്കുന്ന കട ഉൾപ്പെടെയാണല്ലോ. വലിയ പലിശ മീൻസ് കൊമേഴ്ഷ്യലായിട്ടുള്ള ബോറോയിങ് ആണല്ലോ, അത് തിരിച്ചു കൊടുക്കണം. സാമൂഹ്യക്ഷേമം എന്നത് പണം നൽകുന്നത് മാത്രമല്ല എന്നും വിവിധ മേഖലകളിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും സാമൂഹ്യക്ഷേമം ലക്ഷ്യമിട്ടാണെന്നും ധനമന്ത്രി വാദിക്കുന്നു. ഭൂനികുതി 50% കൂട്ടിയത് ഒരു നികുതി വർധനവേ അല്ല എന്നാണ് ധനമന്ത്രിയുടെ ന്യായം. തനത് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള പദ്ധതികൾ തുടരുമെന്നും എന്നാൽ കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന കടുത്ത അവഗണന പല നീക്കങ്ങൾക്കും വിലങ്ങുതടിയാകുന്നുവെന്നും ആവർത്തിക്കുകയാണ് ധനമന്ത്രി. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. അമ്മ അനന്തപുരിയിൽ. അമൃതോത്സവ നിറവിൽ അനന്തപുരി. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിലാണ് ഇന്നും നാളെയുമായി ബ്രഹ്മസ്ഥാന മഹോത്സവം. അനന്തപുരിയിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഭക്തരും ശിഷ്യരും ചേർന്ന് കൈമനം ബ്രഹ്മസ്ഥാനത്ത് ഭക്തി നിർഭരമായ വരവേൽപ്പാണ് നൽകിയത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അരികിലെത്തിയ അമ്മയെ മക്കൾ മന്ത്രധ്വനികളോടെയാണ് വേദിയിലേക്ക് ആനയിച്ചത്. സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ സൂര്യ കൃഷ്ണമൂർത്തി, നിഷ് സർവകലാശാല പ്രോ ചാൻസലർ MS ഫൈസൽ ഖാൻ, ഇസ്കോൺ സ്റ്റേറ്റ് പ്രസിഡന്റ് ജഗത് സാക്ഷി പ്രഭു തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ഭക്തിനിർഭരമായ ഭജനയും ഉണ്ടായിരുന്നു. അമൃതദർശനം 2025 ആദ്യ പ്രതി സൂര്യ കൃഷ്ണമൂർത്തിക്ക് നൽകി അമ്മ പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ 5000-ഓളം അമൃതശ്രീ വനിതാ സ്വാശ്രയ സംഘാംഗങ്ങൾക്കുള്ള വസ്ത്രവിതരണത്തിനും അമ്മ തുടക്കം കുറിച്ചു. അമൃത വിദ്യാലയം, അമൃത കൈരളി വിദ്യാഭവൻ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാസാംസ്കാരിക പരിപാടികളും വേദിയിൽ അരങ്ങേറി.
ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനെത്തുന്ന മുഴുവൻ ഭക്തർക്കും അമ്മ ദർശനം നൽകുന്നുണ്ട്. മഹോത്സവത്തിനായി എത്തുന്ന ഭക്തർക്കായി യാത്രാ സൗകര്യവും ഭക്ഷണവും ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങളാണ് കൈമനത്തെ ബ്രഹ്മസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രകൃതിയോടും സഹജീവികളോടും നമ്മുടെ കടമ നിറവേറ്റുമ്പോഴാണ് യഥാർത്ഥ സത്കർമ്മമാകുന്നതെന്ന് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി. മനുഷ്യൻ പരസ്പരം സഹവർത്തിത്വം പുലർത്തണമെന്നും പ്രകൃതിയോട് ചേർന്നു പോകണമെന്നും അമ്മ പറഞ്ഞു. കൈമനം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. കോവിഡിന് ശേഷം മക്കളെയെല്ലാം കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതൊരു ശരീര സംഗമമല്ല. മക്കളുടെ എല്ലാം സ്നേഹം കരകവിഞ്ഞൊഴി ഒരു നദിയായി ഇരുന്ന ഹൃദയങ്ങളുടെ സംഗമമാണ് അമ്മയ്ക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്നത്. ജനനത്തിനും മരണത്തിനും മധ്യത്തിലുള്ള ഈ ജീവിത ഇടവേളയ്ക്ക് പ്രസിദ്ധിയും പ്രാധാന്യം കൈവരുന്നത് നല്ല കർമ്മം ചെയ്യുന്നതാണ്. പ്രകൃതിയോടും സഹജീവികളായ മനുഷ്യരോടും മറ്റു ജീവജാലങ്ങളോടുള്ള നമ്മുടെ ധർമ്മം നിറവേറുന്നതിനാണ് അമ്മ നല്ല കർമ്മങ്ങളെന്ന് പറയുന്നത്. കോവിഡ് നമ്മൾ അനവധി പാഠങ്ങൾ പഠിപ്പിച്ചു, അല്ലെ പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരശക്തി പല നല്ല പാഠങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. അതെല്ലാം വേണ്ടവണ്ണം പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പല സങ്കീർണമായ പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു. ഓരോ ആപത്തും, അത് മഹാമാരിയാകട്ടെ, പ്രകൃതിക്ഷോഭമാകട്ടെ, കാലാവസ്ഥ വ്യതിയാനമാകട്ടെ, ഇവയെല്ലാം പ്രധാനമായ 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. മനുഷ്യന്മാരെ സഹകരിച്ച് നീങ്ങുക, പ്രകൃതിയുമായി സഹൃദയം പാലിക്കുക, ഈശ്വരശക്തിയായി സഹവാസം പുലർത്തുക. ഈ 3 കാര്യങ്ങൾ കുറേശ്ശെങ്കിലും പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ബാധിക്കുമെന്നുള്ളതാണ് സത്യം. സന്ധി സംഭാഷണങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ. അത്തരൊരു സമീപനമാണ് നമ്മൾ പ്രകൃതിയോടും സ്വീകരിച്ചിരിക്കുന്നത്. മനുഷ്യർ തമ്മിലും സമുദായങ്ങൾ തമ്മിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും സംഘർഷം ഉണ്ടാകുമ്പോൾ സന്ധി സംഭാഷണം ഫലം ചെയ്തെന്ന് വരാം. പക്ഷേ പ്രകൃതിയുമായി അങ്ങനൊരു ധാരണയൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അവിടെ അഹന്ത വെടിഞ്ഞു എളിമയോടുകൂടിയുള്ള സഹൃദയവും ആരാധനാഭാവം കൊണ്ട് മാത്രമേ ഫലമുണ്ടാവുള്ളൂ. ക്ഷേത്രം ഒരു കണ്ണാടി പോലെയാണ്. അതിലൂടെ നമ്മെ തന്നെ കാണാനും നമ്മുടെ മേലുള്ള അഴുക്ക് നീക്കി സ്വയം ശുദ്ധീകരിക്കാനും കഴിയും. ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ച് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ കാഴ്ചപ്പാടിതാണ്. ഈ സങ്കല്പത്തെ അധിഷ്ഠിതമാക്കിയാണ് അമ്മ ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഒറ്റശിലയിൽ 4 ഭാവങ്ങൾ: ശിവൻ, ദേവി, ഗണപതി, സുബ്രഹ്മണ്യൻ. ഒരേ കുടുംബത്തിലെ ഈ 4 അംഗങ്ങളും നാനാത്വത്തിലെ ഏകത്വമാണ്. ലോകം ഒരൊറ്റ കുടുംബമാണെന്ന വസുധൈവ കുടുംബകം എന്ന ആശയമാണ് ശിവകുടുംബത്തെ പ്രതിനിധീകരിക്കുന്ന ബ്രഹ്മക്ഷേത്രം നമുക്ക് പകർന്നു നൽകുന്നത്. ആർഷഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വം തന്നെയാണ് അമ്മയും ഇതിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ജീവിത വിജയത്തിന് കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടായിരിക്കേണ്ട സമരസതയുടെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം ഈ ശിവകുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും വാഹനങ്ങൾ നമുക്കായി നൽകുന്നു. ശിവന്റെ വാഹനം കാളയാണ്, ദേവിയുടെ വാഹനമാകട്ടെ സിംഹവും, മുരുകന് മയിലും ഗണേശന് മൂഷികനും വാഹനങ്ങളായിരിക്കുന്നു. ലോകരീത്യ ശത്രുഭാവത്തിൽ വർത്തിക്കുന്ന ഇവ സഹവർത്തിത്വത്തോടെ ഒരുമിക്കുന്നത് പോലെ മനുഷ്യ മനസ്സുകൾ ഒരുമിക്കുന്നിടത്താണ് ശിവകുടുംബം പുലരുന്നത് എന്ന തത്വമാണ് ഒറ്റശിലയിൽ ഒരു കുടുംബമടങ്ങുന്ന ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠയിലൂടെ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ നാമങ്ങളും രൂപങ്ങളും ഒരേ ഒരു പരമാർത്ഥ സത്യത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്ന സന്ദേശവും ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങൾ നൽകുന്നു. ബ്രഹ്മസ്ഥാനം എന്ന പേരിൽ തന്നെയുണ്ട് ഈ ആരാധനാക്രമത്തിന്റെ സൂചന. പരബ്രഹ്മതത്വം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നുവെന്ന സൂചന. 1988 കൊടുങ്ങല്ലൂരിലാണ് അമ്മ ആദ്യമായി ബ്രഹ്മസ്ഥാനം നിർമ്മിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തിയത്. കേരളത്തിനകത്തും പുറത്തുമായി 21 ബ്രഹ്മസ്ഥാനങ്ങളുണ്ട്. ഭാരതത്തിനു പുറത്ത് മൗറീഷ്യസിലും ബ്രഹ്മസ്ഥാന ക്ഷേത്രമുണ്ട്. അമ്മ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം പ്രാണപ്രതിഷ്ഠ നടത്തിയത്. ഈ ക്ഷേത്രങ്ങളിൽ പൂജാരിണികളായി സ്ത്രീകളെ നിയോഗിച്ചതിലൂടെ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റത്തിനും അമ്മ തുടക്കം കുറിച്ചു. ജാതിമത ഭേദമന്യേ സകലർക്കും പ്രാർത്ഥിക്കാനും പൂജിക്കാനും ഇവിടെ സാധിക്കുമെന്നതും ഇവിടത്തെ സുപ്രധാന സവിശേഷതയാണ്.
നമ്മുടെ കർമ്മങ്ങളുടെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ ബ്രഹ്മസ്ഥാനത്തു ചെയ്യുന്ന പൂജകൾ സഹായിക്കുമെന്നാണ് അമ്മ പറയുന്നത്. അതിനനുസൃതമായിട്ടാണ് ഇവിടുത്തെ പൂജാസങ്കല്പങ്ങളും. വഴിപാടിന് പണമടച്ച് മറ്റൊരാൾ പൂജ ചെയ്യുന്നതിന് പകരം ഭക്തർക്ക് നേരിട്ട് പൂജ ചെയ്യാനുള്ള അവസരവും അമ്മ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈശ്വരന് മുന്നിൽ സ്വയം സമർപ്പിക്കുവാനുള്ള അസുലഭ അവസരമാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്ര ദർശനത്തിലൂടെയും പൂജാവിധികളിലൂടെയും ഭക്തർക്ക് ലഭിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോഴിക്കോട്ടെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി അടച്ചുപൂട്ടിയതോടെ 16 വർഷത്തോളമായി ദുരിതമനുഭവിക്കുകയാണ് തൊഴിലാളികൾ. KSIDCയിൽ നിന്ന് തൊഴിലാളികൾക്ക് 5000 രൂപ അനുവദിച്ചിരുന്നെങ്കിലും വിരമിക്കൽ പ്രായം പിന്നിട്ടെന്ന് കാണിച്ച് പലർക്കും ഈ തുക ലഭിക്കുന്നുമില്ല. തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ തൊഴിലാളികൾ 16 വർഷമായി സമരം ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെയും പരിഹാരമായില്ല. ഇതോടെ പ്രതിഷേധം കടുപ്പിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. മലബാറിലെ ആദ്യ വ്യാവസായിക കേന്ദ്രമാണ് കോഴിക്കോട്ടെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി. മുൻപ് 200-ലധികം തൊഴിലാളികളാണ് നെയ്ത്ത് ഫാക്ടറിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നത്. എന്നാൽ നെയ്ത്ത് ഫാക്ടറി ഇപ്പോൾ കാട് മൂടിക്കിടക്കുന്ന വെറുമൊരു കെട്ടിടമാണ്. കോംട്രസ്റ്റിന് പൂട്ടുവീണതോടെ കമ്പനി നൽകിയ ആനുകൂല്യങ്ങൾ വാങ്ങി 180-ലധികം പേർ പിരിഞ്ഞുപോയി. എന്നാൽ മറ്റു തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ 16 വർഷത്തോളമായി പോരാടുകയാണ്. സർക്കാർ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. 15 വർഷം ഞാനിവിടെ പണിയെടുത്ത ഒരാളാണ്. 16 വർഷമായി ഈ സമരം തുടങ്ങിയിട്ട്. 16, 15, 31 വർഷം ഈ കമ്പനി വരാന്തയിൽ തന്നെ ഞങ്ങൾ നിൽക്കുകയാണ്. ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നു പോവാണ്. അതുകൊണ്ട് സർക്കാർ എന്താ വെച്ചാൽ ഞങ്ങളൊരു പ്രായങ്ങളോ അല്ലെങ്കിൽ ഒരു ജോലി സാധ്യത അവിടെ നഷ്ടപ്പെടുന്നത്. നമ്മൾ KSIDCയുടെ ജീവനക്കാരാണെന്ന് പറയാമെന്നല്ലാതെ ഒരു നിലപാടും KSIDCയുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ തൊഴിലാളികളെ വിഷയമെങ്കിലും ഒന്ന് പരിഗണിക്കാൻ വേണ്ടി ഈ ഫാക്ടറി നിലനിർത്താൻ വേണ്ടിയുള്ള നടപടികളായിട്ട് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് പറയുന്നത്. കോൺട്രസ്റ്റ് ഏറ്റെടുക്കൽ നിയമം പ്രാബല്യത്തിൽ വരുന്നതുവരെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ KSIDC 5000 രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും വിരമിക്കൽ പ്രായം പിന്നിട്ടെന്ന് കാണിച്ച് പലർക്കും ഈ തുക ലഭിക്കുന്നുമില്ല. ഇതോടെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 5000 രൂപ എനിക്ക് കിട്ടിയേ പറ്റൂ. കാരണം എനിക്ക് ജീവിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ടാണ്. സുഖമില്ലാത്തൊരു മോളും സുഖമില്ലാത്തൊരു ഭർത്താവും, എനിക്ക് ജീവിക്കാനേ കഴിയില്ല. ഞാൻ എന്നിട്ട് എല്ലാവരോടും പൈസ വാങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. 5000 രൂപ കൈപ്പറ്റുന്ന തൊഴിലാളികൾക്ക് ഈ പണം ഒരു മാസത്തെ ചെലവിന് പോലും തികയുന്നുമില്ല. കോംട്രസ്റ്റ് ഫാക്ടറി ഏറ്റെടുത്തിട്ടും തൊഴിലാളികളെ സംരക്ഷിക്കാത്ത സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് തൊഴിലാളി സംഘടനകൾ. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ ആദ്യ ദിനത്തിൽ കേരളത്തിനെതിരെ ജമ്മുവിന് ബാറ്റിംഗ് തകർച്ച. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ജമ്മുവിന്റെ തുടക്കം ഭേദപ്പെട്ടതായിരുന്നെങ്കിലും കേരളത്തിന്റെ ബൌളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. കേരളത്തിനായി നിതീഷ് MD 5 വിക്കറ്റ് വീഴ്ത്തി. ക്യാപ്റ്റൻ പരസ് ദോഗ്രയും യാവർ ഹസനും ചേർന്ന് ജമ്മു കാശ്മീരിനെ 50 കടത്തിയെങ്കിലും നിലയുറപ്പിച്ചെന്ന് കരുതിയ യാവർ ഹസനെ നിതീഷ് ക്ലീൻ ബൗൾഡാക്കിയതോടെ ജമ്മു കാശ്മീർ പതറി. ആദ്യ ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 86 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസ് എന്ന നിലയിലാണ് ജമ്മു കാശ്മീർ. 80 പന്തിൽ 5 ഫോറുകൾ സഹിതം 48 റൺസ് എടുത്ത വിക്കറ്റ് കീപ്പർ ബാറ്റർ കനയ്യ വാധവനാണ് നിലവിൽ ജമ്മു കാശ്മീരിന്റെ ടോപ്പ് സ്കോറർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.